യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ചില നേരങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എളുപ്പം ഉത്തരം നൽകും. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ഉത്തരം ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ടാകാം. എത്രമാത്രം പ്രാർത്ഥിച്ചാലും സഹനങ്ങൾ നീങ്ങിപ്പോകാത്ത അവസ്ഥകളുണ്ടാകാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: ഗെത്സമനിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പാനപാത്രം, ഈ സഹനം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പറഞ്ഞ്. ആ സമയത്ത് കർത്താവിന്റെ വചനം പറയണം, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താനായി ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ചില സഹനങ്ങളൊന്നും അങ്ങനെ നീങ്ങിപ്പോകുന്നതല്ല. അപ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഇതുപോലെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി നമ്മളെ ശക്തിപ്പെടുത്തിയാൽ മതി. സഹനം മാറിയില്ലേലും ആ സഹനത്തെ അതിജീവിക്കാൻ, സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു ശക്തി, ദൈവികമായ കൃപ നമ്മിൽ നിറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം. സഹനങ്ങൾ നീങ്ങിപ്പോയില്ലെങ്കിലും അതെല്ലാം സഹിക്കാനുള്ള കൃപ കർത്താവേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സഹനങ്ങളിൽ നിരാശപ്പെട്ട് കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവഹിതപ്രകാരം എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.